ഹലോ, ഇന്ന് നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കാപ്പത്തിരിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പഴം, വെള്ളം, പിന്നെ പത്തിരിപ്പൊടി ആട്ടോ ഞാൻ എടുത്ത്, പിന്നെ പഞ്ചസാര, കുറച്ച് അപ്പക്കാരം എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി വേണമായിരിക്കും എടുക്കാം കേട്ടോ, ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു 3 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2.5 സ്പൂണാണ് ഇട്ടത്, കൂടുതൽ മധുരം വേണ്ടല്ലോ. അപ്പോൾ 2.5 സ്പൂണിൽ ഒതുക്കി. പിന്നെ നമുക്ക് കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാട്ടോ ട്രൈ ചെയ്തത്. അപ്പം നമ്മൾ അതെല്ലാം കൂടി അരച്ച് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു പഴം അങ്ങനെ അടിഞ്ഞിട്ടില്ല, അത്യാവശ്യം ഒന്ന് കടിക്കുന്ന ഇതിലായിട്ടുണ്ട്. നമ്മളത് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഞാൻ അരച്ചെടുത്തത്. അതായത് വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല എന്നുള്ളൊരു ചെറുതായിട്ട് പഴം കടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ നമ്മൾ പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കരണ്ടിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അങ്ങനെ അയച്ചു കൊടുക്കാം. ഞാനിങ്ങനെ കുഞ്ഞാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വാഴക്കാപ്പത്തിരി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.